ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും കൂപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എങ്കിൽ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടു പ്രൊവൈഡിങ് അഡീഷണൽ സർവീസ് ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഈസ് നോൺ ആസ് ആൻസർ ക്രോസ് സെല്ലിംഗ്. ടു പ്രൊവൈഡിങ് അഡീഷണൽ സർവീസ് ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഈസ് നോൺ ആസ് ആൻസർ ക്രോസ് സെല്ലിംഗ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് നൽകുന്ന അഡീഷണൽ സർവീസിനെയാണ് ക്രോസ് സെല്ലിംഗ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് റിവൈസ്ഡ് വൺസ് ഇൻ ഡാഷ് ഇയേഴ്സ്. ആൻസർ 3 years. ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് റിവൈസ്ഡ് വൺസ് ഇൻ 3 years. ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് 3 വർഷത്തിലൊരിക്കൽ റിവൈസ് ചെയ്തിരിക്കണം. തേർഡ് ക്വസ്റ്റ്യൻ, short note given by the banker to point out reasons to reject the check is called return memo. Short note given by the banker to point out reasons to reject the check is called ആൻസർ റിട്ടേൺ മെമ്മോ. റിട്ടേൺ മെമ്മോ എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് നോട്ടാണ്. അത് പ്രിപ്പയർ ചെയ്യുന്നത് ബാങ്കറാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഷോർട്ട് നോട്ട് റിട്ടേൺ മെമ്മോ പ്രിപ്പയർ ചെയ്യുന്നത്? ചെക്ക് റിജക്റ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ വിശദീകരിക്കുന്ന ഒരു നോട്ടാണ് ഷോർട്ട് നോട്ട്. അത് പ്രിപ്പയർ ചെയ്യുന്നത് ബാങ്കറായിരിക്കും. ഇതിനെ പറയുന്ന പേരാണ് റിട്ടേൺ മെമ്മോ. Fourth question, application made to registration of bylaw amendment shall be signed by answer secretary and 2 members of the committee. Application made to registration of bylaw amendment shall be signed by answer secretary and 2 members of the committee. bylaw amendment ചെയ്യാനുള്ള രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം അല്ലേ? അങ്ങനെ ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിൽ ആരൊക്കെയാണ് സൈൻ ചെയ്യേണ്ടത്? ആപ്ലിക്കേഷനിൽ ആര് സൈൻ ചെയ്യേണ്ടത്? സെക്രട്ടറി ആൻഡ് 2 കമ്മിറ്റി മെമ്പേഴ്സും സൈൻ ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ആക്സെപ്റ്റൻസ് ഈസ് നോട്ട് റിക്വയർഡ് ഇൻ ദി കേസ് ഓഫ് ആൻസർ പ്രോമിസറി നോട്ട്. ആക്സെപ്റ്റൻസ് ഈസ് നോട്ട് റിക്വയർഡ് ഇൻ ദി കേസ് ഓഫ് പ്രോമിസറി നോട്ട്. പ്രോമിസറി നോട്ടിൻ്റെ കാര്യത്തിൽ ആക്സെപ്റ്റൻസ് ആവശ്യമില്ല. പ്രോമിസറി നോട്ടിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ NI ആക്റ്റിൽ സെക്ഷൻ 4 ആണ്. ഓക്കെ, ഇനി 6th ക്വസ്റ്റ്യൻ, ഡാഷ് ഇസ് ദ ഡയറക്ഷൻ ടു പേയിങ് ബാങ്കർ നോട്ട് ടു മേക്ക് പേയ്മെൻറ്റ് അക്രോസ് ദി കൗണ്ടർ. ആൻസർ ക്രോസിംഗ്. ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ പേയിങ് ബാങ്കർക്കുള്ള ഡയറക്ഷൻ ആണ്. കൗണ്ടർ പേയ്മെൻറ്റ് സമ്മതിക്കില്ല. അതിനെയാണ് ക്രോസിംഗ് എന്ന് പറയുന്നത്. 7th ക്വസ്റ്റ്യൻ, പുട്ടിംഗ് സിഗ്നേച്ചർ ഓൺ ദി ബാക്ക് ഓഫ് ദി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഫോർ ട്രാൻസ്ഫറിംഗ് ദി ടൈറ്റിൽ ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്. ആൻസർ എൻഡോഴ്സ്മെൻറ്റ്. പുട്ടിംഗ് സിഗ്നേച്ചർ ഓൺ ദി ബാക്ക് ഓഫ് ദി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഫോർ ട്രാൻസ്ഫറിംഗ് ദി ടൈറ്റിൽ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്. എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ് എൻഡോഴ്സ്മെൻറ്റ്. ആ എൻഡോഴ്സ്മെൻറ്റിൻ്റെ പുറകിൽ അല്ലെങ്കിൽ ആ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പുറകിൽ സിഗ്നേച്ചർ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ഇനി 8th ക്വസ്റ്റ്യൻ, ഇൻ സിമ്പിൾ മോർഗേജ് ഡാഷ് ഹാസ് ദി പൊസഷൻ ഓഫ് പ്രോപ്പർട്ടി. ആൻസർ മോർഗേജർ. ഇൻ സിമ്പിൾ മോർഗേജർ ഹാസ് ദി പൊസഷൻ ഓഫ് പ്രോപ്പർട്ടി. സിമ്പിൾ മോർഗേജിൻ്റെ കാര്യത്തിൽ മോർഗേജർക്കായിരിക്കും പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥാവകാശം. ഇതിൽ മോർഗേജർ ആരാണ്? സിമ്പിൾ മോർഗേജിൻ്റെ കാര്യത്തിൽ മോർഗേജർ കസ്റ്റമർ ആയിരിക്കും. അദ്ദേഹത്തിനായിരിക്കും പ്രോപ്പർട്ടിയുടെ പൊസിഷൻ. ഓക്കെ, 9th ക്വസ്റ്റ്യൻ, ദ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ഈസ് ആൻസർ ക്യാപിറ്റൽ ലോസ്. ദ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ഈസ് ആൻസർ ക്യാപിറ്റൽ ലോസ്. സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിനാണെങ്കിൽ അത് ക്യാപിറ്റൽ ലോസ് ആണ്. 10th ക്വസ്റ്റ്യൻ, ദ പീരീഡ് ഓഫ് ഓഫീസ് ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. ആൻസർ 5 years. The period of office of State Cooperative Election Commission. Answer 5 years. State Cooperative Election Commission's period എന്ന് പറയുന്നത് 5 years ആണ്. Okay, next question, subordinate training centers are controlled by SU. Subordinate training centers are controlled by State Cooperative Union. State Cooperative Union കുറിച്ച് പറയുന്ന സെക്ഷൻ 89 ആണ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ലാൻഡ് മോർഗേജ് ബാങ്ക് ഈസ് ജംഗ് പഞ്ചാബ്. പഞ്ചാബിലെ ജംഗാണ് ഫസ്റ്റ് ലാൻഡ് മോർഗേജ് ബാങ്ക്. അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1920. ഇപ്പോൾ ഫസ്റ്റ് ലാൻഡ് മോർഗേജ് ബാങ്ക് ഈസ് പഞ്ചാബ് ജംഗ്. 13th ക്വസ്റ്റ്യൻ, ദ മോർഗേജ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി ഫോർ സെക്യൂറിംഗ് ലോൺസ്. ആൻസർ ഹൈപ്പോതിക്കേഷൻ. ദ മോർഗേജ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി ഫോർ സെക്യൂറിംഗ് ലോൺസ്. ആൻസർ ഹൈപ്പോതിക്കേഷൻ. ലോൺ സെക്യൂർ ചെയ്യാനായിട്ട് മൂവബിൾ പ്രോപ്പർട്ടി മോർഗേജ് ചെയ്യും. അതിനാണ് ഹൈപ്പോതിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ മൂവബിൾ പ്രോപ്പർട്ടി എന്ന് ഉദ്ദേശിക്കുന്ന കാറാവും ബൈക്കാവും അങ്ങനെ എന്താവും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അല്ല. ഇപ്പോൾ മോർഗേജ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി ഫോർ സെക്യൂറിംഗ് ലോൺ ഈസ് കോൾഡ് ഹൈപ്പോതിക്കേഷൻ. 14th ക്വസ്റ്റ്യൻ, എ പേഴ്സൺ പ്രോമിസിംഗ് ടു സേവ് അനദർ ഫ്രം ലോസ്. ആൻസർ ഇൻഡെംനിഫയർ. എ പേഴ്സൺ പ്രോമിസിംഗ് ടു സേവ് അനദർ ഫ്രം ലോസ് ഈസ് കോൾഡ് ഇൻഡെംനിഫയർ. ഇൻഡെംനിഫയർ എന്ന് വെച്ചാൽ ആരാണ്? മറ്റൊരാളെ നഷ്ടങ്ങളിൽ നിന്നും സേവ് ചെയ്യുന്ന പേഴ്സണെയാണ് പറയുന്നത് ഇൻഡെംനിഫയർ.
Okay, in 15th question, retained earnings is shown on the dash side of balance sheet. Liability. Retained earnings is shown on the liability side of the balance sheet. ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡ് ആയിരിക്കും റീറ്റെയിൻഡ് ഏർണിങ്സ് കാണിക്കുക. 16th question, expenditure incurred during the period and full benefit obtained in the same period. Answer, revenue expenditure. Expenditure incurred during the period and full benefit obtained in the same period. ആൻസർ എന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെൻഡിച്ചർ ഉണ്ടാവുന്നത് സെയിം പീരീഡിലായിരിക്കും, ആ പീരീഡിനകത്ത് തന്നെയായിരിക്കും അതിനുള്ള ബെനിഫിറ്റും കിട്ടുക. ഓക്കെ, അപ്പോൾ എക്സ്പെൻഡിച്ചറും ബെനിഫിറ്റ് ഉണ്ടാകുന്നത് സെയിം പീരീഡിലായിരിക്കും. അത്തരത്തിലുള്ള എക്സ്പെൻഡിച്ചറാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചർ സെയിം പീരീഡിൽ ഉണ്ടാകുന്നു. 17th question, the members in cooperative election commission. Answer, 3. The members in cooperative election commission 3 ആണ്. കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? 3 മെമ്പർ. 18th question, an employee of a cooperative society can be dismissed by. Answer, managing committee. An employee of a cooperative society can be dismissed by managing committee. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ എംപ്ലോയിനെ ഡിസ്മിസ് ചെയ്യാനുള്ള പവർ അല്ലെങ്കിൽ റൈറ്റ് ഉള്ളത് മാനേജിംഗ് കമ്മിറ്റിക്കാണ്. 19th question, the period of general body of NCUI. Answer, 3 years. The period of general body of NCUI 3 years. NCUIയുടെ ജനറൽ ബോഡിയുടെ പീരീഡ് 3 വർഷത്തേക്കാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫാദർ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. ആൻസർ, ഡോക്ടർ വില്യം കിങ്. ഫാദർ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഡോക്ടർ വില്യം കിങ്. താങ്ക് യു.